ഹായ് ഓൾ വെൽക്കം ടു ബ്ലാസ്റ്റേഴ്സ് അരീന. കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ആരാധകർ വലിയ ഭാവി കൽപ്പിക്കപ്പെടുന്ന സൂപ്പർ സ്ട്രൈക്കറാണ് മുഹമ്മദ് അജ്സൽ. സൂപ്പർ ലീഗ് കേരളയിൽ കാലിക്കറ്റ് എഫ് വേണ്ടി 7 ഗോളുകളും ഒരു അസിസ്റ്റും നേടിയ താരമാണ് അജ്സൽ. സന്തോഷ് ട്രോഫിയിൽ കേരളത്തിന് വേണ്ടിയും അദ്ദേഹം മികച്ച പ്രകടനം നടത്തിയിരുന്നു. ഇപ്പോഴാണ് അജ്സലിന് ബ്ലാസ്റ്റേഴ്സിന്റെ സീനിയർ ടീമിലേക്ക് പ്രമോഷൻ ലഭിച്ചത്. അതായത് ഇത്തവണ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ സീനിയർ ടീമിനോടൊപ്പമാണ് അജ്സൽ കളിക്കുക. പക്ഷെ അജ്സലുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള സുപ്രധാനമായ വിവരങ്ങൾ നമുക്കിപ്പോൾ ലഭിച്ചിട്ടുണ്ട്. അതായത് ഇൻസൈഡ് റിപ്പോർട്ടാണ്. ബ്ലാസ്റ്റേഴ്സുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ചില ആളുകൾ നമുക്ക് നേരിട്ട് നൽകിയ ഒരു വിവരമാണ്. അതായത് നിലവിൽ കേരള ബ്ലാസ്റ്റേഴ്സിനകത്ത് അജ്സൽ അത്ര ഹാപ്പിയല്ല. മെയ് 31 അദ്ദേഹത്തിന്റെ കോൺട്രാക്റ്റ് അവസാനിക്കുകയാണ്. ഈ കോൺട്രാക്റ്റ് പുതുക്കാൻ നിലവിൽ അജ്സലിന് വലിയ താല്പര്യമില്ല എന്നാണ് അറിയാൻ സാധിക്കുന്നത്. മാത്രമല്ല മറ്റൊരു ISL ക്ലബ്ബായ ഒഡീഷ FC നിന്നും ഇപ്പോൾ അജ്സലിന് ക്ഷണം വന്നിട്ടുണ്ട്. ഒഡീഷ FC മുഖ്യ പരിശീലകനെ നമുക്കറിയാം, TG പുരുഷോത്തമനാണ്. അദ്ദേഹം അജ്സലിനൊപ്പം പ്രവർത്തിച്ച് പരിചയമുള്ള വ്യക്തിയാണ്. അദ്ദേഹം ഇപ്പോൾ ഈ മലയാളി താരത്തെ ഒഡീഷ FC ക്ഷണിച്ചിട്ടുണ്ട് എന്നുകൂടി ഇപ്പോൾ അറിയാൻ സാധിക്കുന്നുണ്ട്. അതായത് കോൺട്രാക്റ്റ് അവസാനിച്ചതിന് ശേഷം ആ കോൺട്രാക്റ്റ് പുതുക്കാനുള്ള സാധ്യതകൾ ഇപ്പോൾ കുറഞ്ഞു വരികയാണ്. അതല്ല എങ്കിൽ അജ്സലിന് നല്ല രൂപത്തിലുള്ള അവസരങ്ങളും അതുപോലെ തന്നെ മറ്റു ആകർഷകമായ ഓഫറുകളും ഒക്കെ നൽകിക്കൊണ്ട് അദ്ദേഹത്തെ ബ്ലാസ്റ്റേഴ്സ് നിലനിർത്തേണ്ടതുണ്ട്. അല്ലാത്ത പക്ഷം അജ്സൽ വരുന്ന സമ്മർ ട്രാൻസ്ഫർ ജാലകത്തിൽ ബ്ലാസ്റ്റേഴ്സ് വിടാൻ തന്നെയാണ് സാധ്യത. അദ്ദേഹം TG പുരുഷോത്തമന്റെ ക്ഷണം സ്വീകരിച്ചുകൊണ്ട് ഒഡീഷയിലേക്ക് പോവാനുള്ള സാധ്യതകളെ നമുക്ക് തള്ളിക്കളയാൻ കഴിയില്ല. ഒഡീഷ FC നിലവിൽ ഒരൽപ്പം സാമ്പത്തിക പ്രതിസന്ധി അനുഭവിക്കുന്നുണ്ട്. അത് ശരിയായി കഴിഞ്ഞാൽ അജ്സലിനെ സ്വന്തമാക്കാൻ തന്നെയാണ് അവരുടെ തീരുമാനം എന്നാണ് നമുക്ക് ലഭിക്കുന്ന ഒരു ഇൻസൈഡ് റിപ്പോർട്ട്. കൂടാതെ മറ്റൊരു കാര്യം കൂടി നമുക്ക് ലഭിച്ചിട്ടുണ്ട്. അതായത് സൂപ്പർ ലീഗ് കേരളയിൽ കണ്ണൂർ വാരിയേഴ്സിന് വേണ്ടി കളിച്ച റൈറ്റ് ബാക്ക് ആണ് സന്ദീപ് എന്ന് പറഞ്ഞ താരം. അദ്ദേഹം സന്തോഷ് ട്രോഫിയിലൊക്കെ കളിച്ചിട്ടുണ്ട്. അദ്ദേഹത്തെ സ്വന്തമാക്കാനും ഒഡീഷ FC താല്പര്യമുണ്ട് എന്നാണ് ഇപ്പോൾ അറിയാൻ സാധിക്കുന്നത്. ഏതായാലും അജ്സലിന്റെ കാര്യത്തിൽ ആശങ്കപ്പെടുത്തുന്ന വാർത്തകളാണ് പുറത്തേക്ക് വരുന്നത്. അദ്ദേഹം ബ്ലാസ്റ്റേഴ്സ് വിട്ടു പോകാനുള്ള സാധ്യതകൾ ഇപ്പോൾ വർദ്ധിച്ചു വരികയാണ്. ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. അടുത്തൊരു വീണ്ടും കാണാം.